ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലുലുവിലാണ്. ആ മഞ്ഞയെ ചവിട്ടണ്ട കേട്ടോ, ഈ മഞ്ഞയിൽ ചവിട്ടരുതേ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നതിൻ്റെ ത്രില്ലിരിക്കണം. ഞാനും മോങ്കട്ടനായിരുന്നു ആദ്യം നടന്നത്. പിന്നെ ഇത്ര നേരം ഇങ്ങനെ മോങ്കട്ടനെ കാണുന്നില്ലായിരുന്നു. ഞാൻ ഇത്തിരി ഇറങ്ങി ഇങ്ങനെ മോങ്കട്ടൻ്റെ കാര്യം എന്തിനാ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോങ്കട്ടനെ കാണുന്നില്ല. മോങ്കട്ടൻ പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഫുള്ള്. അപ്പം നിങ്ങളെൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇനി പറയണ്ട. എന്താ, അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ബട്ട് ഞാൻ ഇനി ഇടാം. ഞാൻ എന്താ ഇതിൻ്റെ ഇതിലായിപ്പോയി. പിന്നെ നമ്മളിതേ അവിടെയൊക്കെ ചുറ്റിക്കളെന്ന് വെച്ചാൽ ലുലു വരുന്നതെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വില കേട്ടോ. സാധനത്തിന് തൊട്ട വിലയാണ്, ഭയങ്കര വിലയാണ്. പിന്നെ ഒടുക്കത്തെ വിലയാണ്. അതിൻ്റെ പാതി വിലയുള്ള നമ്മൾ ഈ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒക്കെ ഉള്ളൂ. ബട്ട് അവിടെ നിന്ന് വാങ്ങാൻ ഭയങ്കര വില കേട്ടോ. എല്ലാത്തിനും ഭയങ്കര വില. 1500 തൊട്ടാണ് എല്ലാത്തിനും കളിക്കുന്നത്. 1000 പുറത്താണ്. എന്താ ഈ കൊച്ചു കാറുണ്ടല്ലോ, മോക്കുട്ടന് അവിടെ നിന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് കൊച്ചു കാറ് വേണമെന്നായിരുന്നു. അത് മേടിച്ചു കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ 600 രൂപയെന്ന്. ആ കൊച്ചു കാറിന്, ചെറിയ കാറാണ്, അതിന് കൊച്ചു നമ്മൾ കൈ വയ്ക്കാനേ ഉള്ളൂ. അങ്ങനത്തെ കാറിന് 600 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് വെളിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങാം, 600 രൂപയുടെ പാതി പൈസ കൊടുത്താൽ മതി അതാകുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം കടയിൽ നോക്കുമ്പോൾ 40 രൂപ 60 രൂപയൊക്കെ ആവുള്ളൂ. ഇത് 600 രൂപ, അതൊരു കുഞ്ഞു കാറിന്. പക്ഷെ അത് കാണാൻ നല്ല അടിപൊളി കാറാട്ടോ. പക്ഷേ 600 രൂപയ്ക്കൊക്കെ നമുക്ക് തന്നെ നഷ്ടമാണ് കാറ്. പിന്നെ നമ്മൾ കയറി വന്നിട്ട് ഇത്തിരിയോടെ ചുറ്റിയപ്പോൾ ദേ 2 അമ്മച്ചിമാരോടെ കിടന്ന് കറക്കം തല കറങ്ങുന്ന എന്തോ. ഒരമ്മച്ചിക്ക് കറങ്ങി നടു വയ്യാതായെന്ന് തോന്നുന്നു. ഒരമ്മച്ചി കറങ്ങുന്നില്ലായിരുന്നു, മെല്ലെയാണ് കറങ്ങുന്നത്. ഒരമ്മച്ചിക്ക് നല്ല ഫാസ്റ്റായിട്ടായിരുന്നു. ഒരമ്മച്ചിക്ക് ഷുഗറും BP ഒക്കെ പിടിച്ചു, എന്തോ പറ്റിയതുപോലെ ആയിപ്പോയി. കറക്കം ഇത്തിരി സ്ലോ ആയിരുന്നു. മറ്റേ അമ്മച്ചി നല്ല ഷുഗറൊന്നും ഇല്ല, നല്ല കുട്ടീനെ എപ്പോഴും നല്ലതായിട്ടാണ് കറങ്ങുന്നത്. അതെ, അപ്പുറത്ത് വശത്തിക്കുന്ന അമ്മച്ചി ഉണ്ടോ, ആ അമ്മച്ചിക്ക് എന്തോ പറ്റി. അമ്മച്ചി തലയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ച് കിടന്ന് മെല്ലെയാണ് കറങ്ങുന്നത്. ഇത് ആദ്യം നമുക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ. നമ്മൾ ചുമ്മാ കണ്ടൊക്കെ പോയി. പിന്നെ അവിടെ തന്നെ ഇതിങ്ങനെ കറങ്ങിയാണ് നിൽക്കുന്നത്. എവിടെ പോകണമെന്നൊരു പിടിയില്ല. പിന്നെ നടക്കാൻ ചുമ്മാ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മൾ നടന്ന അവസാനം കാലൊക്കെ പൊളിഞ്ഞ് നിന്ന് കാലൊക്കെ ഒന്ന് ആരെങ്കിലും കൊണ്ട് തിരുമിക്കണമെന്നുണ്ടായിരുന്നു വീട്ടിൽ എന്നിട്ട് നേരെ വന്ന് പോത്ത് കണക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് നേരെ കിടന്ന് പോത്ത് കണക്ക് ഉറങ്ങി. പിന്നെ ദേ അത് അമ്മച്ചിമാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ വന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറേ പേര്. ഇതാണ് എൻ്റെ ചേച്ചിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ നാണക്കാരി കേട്ടോ. അതുകൊണ്ട് ചേച്ചി എന്നെ കാണിച്ചപ്പോൾ അയ്യോ എന്നെ കാണിക്കുന്നതെന്ന് ഒറ്റ ഓട്ടം. പക്ഷേ മോങ്കുട്ടൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവൻ്റെ കൂടെ അവനാണ് വീഡിയോയിൽ കൂടുതലും. അവൻ നിൽക്കുന്ന ഞാൻ കഴിഞ്ഞ വട്ടം ഇട്ടിട്ടുണ്ട് അവൻ്റെ വീഡിയോ. പിന്നെ നമ്മൾ ഇതിൽ നടന്നപ്പോൾ കണ്ണാടി കണ്ടു. ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കണ്ണാടി കണ്ടത്. അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കടയിലെ ആൾക്കാരിരിക്കില്ലേ, അയാൾ എന്നെ തന്നെ നോക്കാം. അങ്ങനെ ഞാൻ ഓടി അവിടെ നിന്ന്. അങ്ങനെ ഞാൻ മോങ്കുട്ടനൊക്കെ ഇങ്ങനെ മോതിരമൊക്കെ നോക്കി പോവുകയാണ്. എന്തായാലും അച്ഛൻ വണ്ടി വെച്ചേ പറഞ്ഞിരുന്നു, കളിക്കുന്നിടത്ത് ഒന്നും നിന്നെ കയറ്റില്ല. കാരണം നമ്മൾ ഈ വണ്ടർലാതിലൊക്കെ പോകുമ്പോൾ ഈ റൈഡിലൊക്കെ നമ്മൾ കുറേ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും കയറ്റത്തില്ല. അതിനെക്കാട്ടിയും ഒരു ഈ വണ്ടറിലൊക്കെ പോകുമ്പോൾ അത്രയും പൈസ പോലും ആവത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കയറില്ല. പിന്നെ മോങ്കുട്ടനും എനിക്കും കയറണമെന്നുണ്ടായിരുന്നു. അത് കളിക്കണമെന്നുണ്ടായിരുന്നല്ലേ മറ്റേ ഈ നമ്മൾ 100 രൂപ ഇടും, എന്നിട്ട് ഇങ്ങനെ ഒരു ചാന ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഒരു പാവ എടുക്കൂലേ, അതിന് കളിക്കണമെന്നുള്ളായിരുന്നത്. പിന്നെ അവന് കളിക്കുന്ന മറ്റേ ബൈക്ക് റേസിങ്ങും പിന്നെ മറ്റുള്ള ഈ എർത്തിൻ്റെ രീതിയിൽ കൂടെ വണ്ടി ഓടുമല്ലോ, അതായിരുന്നു ഇവനെ കളിക്കണമല്ലോ. പക്ഷേ ഇത് രണ്ടും സാധിച്ചില്ല. അവർ കളിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ചേച്ചി ഇട്ടൊക്കെ ബാഗ് ഉണ്ട്, ആ ബാഗ് നമ്മൾ വാങ്ങാൻ ശ്രമിച്ചിരുന്നു. ആ ചേച്ചിയുടേന്നല്ല, അവിടുത്തെ കടയിൽ നിന്ന് ഒടുക്കത്തെ വിലയായിരുന്നു. അതുകൊണ്ട് കളഞ്ഞിട്ട് പോയി. അതിനെക്കാട്ടി പാതി വിലയുള്ളവളെ കടയിൽ. അങ്ങനെ നമ്മൾ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു മാർക്കറ്റ് കേട്ടോ, വലിയ മാർക്കറ്റാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറാമെന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര വില, എല്ലാത്തിനും ഭയങ്കര വില. പിന്നെ ഭയങ്കര ആളുമായിരുന്നു കേട്ടോ. ഇവിടെ എന്തായാലും കൊച്ചൊരു മാർക്കറ്റാണ്. ഇവിടെ എല്ലാം ഉണ്ട്. AC ഒന്നുമില്ല, എന്നാലും ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ്, കുക്കർ അങ്ങനെയുള്ളതൊക്കെ.
കുക്കർ, പാത്രം, ചട്ടി. ഇവിടെ നമ്മൾ ഒരു പെട്ടി വാങ്ങണം ഉദ്ദേശിക്കണം, പക്ഷേ അതും തെറ്റി, ഭയങ്കര വിലയുണ്ട്, അതും മതിയാക്കി. നമ്മൾ വേറെ ഏതോ ഒരു കടയിൽ കയറി പെട്ടി വാങ്ങാൻ നോക്കിയപ്പോൾ അതിൻ്റെ പാതി വിലയുള്ളായിരുന്നു, പക്ഷേ അത് വാങ്ങിയില്ല, കൊച്ചു പെട്ടിയാണ് വാങ്ങിയത്. അത് എൻ്റെ തുണി വെള്ളാനേ ഉള്ളൂ. അങ്ങനെ മോക്കട്ടനെങ്കിൽ എന്തോ പറയട്ടെ എൻ്റെ അടുത്ത്, എന്ത് വിലയാണെന്നൊക്കെ. അവൾ തിരിച്ചു വന്നപ്പോഴെന്തൊക്കെയാണ് അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ പെട്ടി വാങ്ങണം, ഈ പെട്ടിയല്ല അപ്പുറത്തിരിക്കുന്ന പെട്ടിയാണ് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ പെട്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒട്ടക്കിരിക്കുന്നുണ്ടോ കൊച്ചു പെട്ടി, ആ പെട്ടിയാണ് വാങ്ങണമെന്ന് പറഞ്ഞു. ഒട്ടുക്കത്തെ വില, കൊച്ചു പെട്ടി, ആ വലിയ പെട്ടി ചെറുതാണോ വലുതാണോ എന്ന് നോക്കില്ല. പക്ഷെ അച്ഛൻ വാങ്ങും എന്നുണ്ടായിരുന്നു, അച്ഛൻ വാങ്ങിയില്ല. 4 ടയറുള്ള ഉരുട്ടി പിടിച്ചുകൊണ്ട് പോണേ അങ്ങനത്തെ ടയർ അതാണ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ വാങ്ങിയില്ല കേട്ടോ. എല്ലാത്തിനും തീകെട്ട കളിയാണ്, അല്ല തീരെ വിലയുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ആ ബ്രൗൺ പെട്ടിയാട്ടോ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളും ക്യാഷൊക്കെ എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ ആൻറ്റി വന്ന് പറഞ്ഞു തന്നു ഇതിന് ഇങ്ങനത്തെ വിലയാണ്, ആ പെട്ടിക്ക്, ആ പെട്ടീൻ്റെ തന്നെയാണ് ഞാൻ പറയുന്നത്, ബ്രൗൺ പെട്ടി. ആ പെട്ടിയിൽ ഇങ്ങനെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു. എന്താ റേറ്റൊന്നും എനിക്കറിയത്തില്ല, ഇന്ന റേറ്റാണ് വരുന്നതെന്നാണ്. അച്ഛൻ അപ്പോഴേ അവിടെ നോടിക്കളഞ്ഞു. അങ്ങനെ അത് ഭയങ്കര വിലയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ നിന്ന് വലിയ പെട്ടി ഇത്തിരി സെക്കൻഡ് പെട്ടി അതാണെന്ന് തോന്നുന്നു വലുതിൽ, അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു പെട്ടിയായിരുന്നു, നല്ല വിലയുള്ള പെട്ടിയായിരുന്നു. പിന്നെ ലൂലുമൽ ഇതേപോലത്തെ വീൽ ചെയറിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഈ പാവം തോന്നി. എന്തായാലും അങ്ങനെ എത്ര നന്നായിട്ടായിരിക്കും അപ്പം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അത് അത്രയും വയ്യായ്ക ഉണ്ടായിട്ടും കൊണ്ടുവരാതെ ഞാൻ മനസ്സ് അതിന് കൊടുക്കണം ഒരു കയ്യടി. പിന്നെ നമ്മളിത് എവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ എന്താ പറയുക, നമ്മൾ ഈ വയസ്സായവരെയൊക്കെ കൊണ്ടുവന്ന മെനക്കേടാണ്, എന്നാലും നമ്മൾ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കാണിക്കണം. ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര പൊട്ടുന്ന വിലയാണ് എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ ഫുഡ് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും വാങ്ങി നിന്നില്ല. ബാക്കി അവർ ചുമ്മാ ഇങ്ങനെ കറങ്ങി വരികയാണ്, ഞാൻ മുമ്പേ നടക്കുകയാണ്. കാരണം അമ്മക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലത്തെ നിലയിൽ പോകണം, പെട്ടെന്ന് കറങ്ങി കാണണം, മുമ്പേ മുകളിൽ കയറി പോകണം, അങ്ങനെയുള്ളതാണ്. അങ്ങനെ നമ്മളിത് എല്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. എനിക്കും മോൻകുട്ടനും ആണെങ്കിൽ എക്സലേറ്റർ കയറി മോളിൽ പോകണം, താഴെ വരണം, മോളിൽ പോകണം എന്നുള്ള ചിന്തയുള്ളൂ എപ്പോഴും. നമ്മൾ എന്താ പറയുക, നമ്മൾ ആദ്യം വിചാരിച്ചു മാർക്കറ്റിൽ കയറണമെന്ന്, അകത്തുള്ളതിൽ കയറണമെന്ന് വിചാരിച്ചു. പിന്നെ കയറണമെന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അച്ഛമ്മ നമുക്ക് പോയി നോക്കിയിട്ട് വന്നിട്ട് കയറാനാണ് ആദ്യം അങ്ങനെ കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാനും മോൻകുട്ടനും കൂടെ ആണെങ്കിൽ അവിടെ കിടന്ന് കറങ്ങിയാണ്. എന്താണ് ഇനി എപ്പോഴാണ് സംഭവം മാറ്റി പറയുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ ദേവൂട്ടിയും വൈഷ്ണവിയും കൂടെ മുമ്പേ പോവാട്ടോ. അങ്ങനെ ഞാൻ അവരെ കൂടെ പോവാനായിട്ട് വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും മുമ്പേ പോണു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ അച്ഛനും അമ്മയും പിന്നെ കാണില്ല. പിന്നെ ഞാൻ നോക്കി അവിടെയൊക്കെ ചുറ്റി നോക്കി നടക്കുകയായിരുന്നു. പിന്നെ തോനെ നടക്കണം, നടന്ന് ഊപ്പാട് വരുന്നേ ഉള്ളൂ, നടക്കണം, ഇഷ്ടം പോലെ നടക്കണം. നടന്ന് ഈ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, അതിൽ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. നടന്ന് മടുത്തവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളിതേ ഇവിടെയായിരുന്നു നമ്മളെ സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നത്. യെസ്, ഇവിടെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ആദ്യം കയറാൻ പ്ലാനിട്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ കൂടെയൊക്കെ ഒരു 2-3 പ്രാവശ്യം വന്നാണ്. ഒരു സൈഡിൽ കയറണോ പിന്നെ കയറണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ കൂടെ തന്നെ പിന്നെ കറങ്ങി വരികയൊക്കെ ചെയ്തു. എന്തരാണ് അത് സംഭവം, നമ്മൾ കറങ്ങി വരുന്നിടത്ത് കൂടി തന്നെ തിരിച്ചെത്തി ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ മോളിൽ പോവാം എന്നുള്ള എനിക്കൊരു ആ ചിന്തയുള്ളൂ. മോളിൽ പോയിട്ട് വരാം എന്നുള്ളതേ ഉള്ളൂ എനിക്ക്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു AC ഇത് കൊടുത്തിട്ട് AC ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് നോക്കിക്കൊണ്ട് നിന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ അവിടെ നിന്നിട്ട് AC ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. AC വില ഇതൊക്കെ നോക്കി, എന്നിട്ട് ഓഫർ എല്ലാം നോക്കി. വാങ്ങിച്ചൊന്നുമില്ല, നോക്കി ഇങ്ങനെ എന്താണത്, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് അപ്പം എനിക്കിത് ഈ ചേച്ചിട്ടിരുന്ന പാൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടാ. എനിക്ക് ഒരെണ്ണം ഉണ്ട്, എന്നാലും
കൊള്ളാം, നല്ല പാൻറ്റ്, ഉടുപ്പും കൊള്ളാം. ആ ഉടുപ്പ് കാണാൻ തന്നെ അടി. ഇതൊരു ജീൻസിൻ്റെ കട കേട്ടോ. ഈ പാൻറ്റും ആ ഉടുപ്പും ടീഷർട്ടും നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനത് ഊട്ടിയെടുത്തും വൈഷ്ണവടുത്തും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് നല്ല രസമുണ്ട്, അതെനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വൈഷ്ണവനെ ഇപ്പം മേടിച്ച് തരും, നോക്കിക്കൊണ്ട് നിന്ന് ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേക്കും എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം, അവിടെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് നോക്കിയപ്പോൾ അച്ഛനെയും അമ്മേനെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ AC-യുടെ അത് നോക്കി. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് പിന്നെ നമ്മൾ നടന്ന് ചുറ്റിക്കറങ്ങുന്ന ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ മേടിച്ച ബർഗറായിരുന്നു. പിന്നെ നമ്മൾ ഈ കളിക്കുന്ന സ്ഥലത്ത് പോയി. പിന്നെ നമ്മളവിടെയൊക്കെ ഇറങ്ങി അടിച്ച് നടന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളതാട്ടത്. എന്തായാലും അവിടെയാണ് കളിക്കുന്ന സ്ഥലം. കളിക്കുന്നതിൽ ഒന്നിലും കയറണ്ടെന്ന് മുമ്പേ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറിയില്ല, കയറാൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ അമ്മ വൈഷ്ണവിയും അച്ഛനും കൂടെ കഴിച്ചിട്ട് ബില്ല് കൊടുക്കാനായിട്ട് പോയേക്കായിരുന്നു കേട്ടോ. ദേ കണ്ടോ, അവിടെ നിൽക്കുന്ന കണ്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ വാങ്ങിച്ചത് KFC ആയിരുന്നു കേട്ടോ മേടിച്ചത്. എന്നിട്ട് ഇതേ അവിടെ ഒരു ടോയ് കട ഉണ്ടോ, അത് അവിടെ ഭയങ്കര റേറ്റ്. ഒരു കൊച്ചു കാറുണ്ടായിരുന്നു, അതിന് 600 രൂപ എന്നാണ് പറഞ്ഞത്. അതിനെക്കാട്ടിയും നല്ലത് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തൊക്കെ മേടിക്കുക. വെറും 80 രൂപയല്ല 80 രൂപയ്ക്ക് കിട്ടും. പിന്നെ നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സലേറ്റർ കയറ്റി ഞാൻ പക്ഷിയും കാണിച്ചെന്ന് എഴുതിയിരുന്നു. അപ്പോഴത്തേക്കുമായിരുന്നു എനിക്ക് മനസ്സിലായി അച്ഛനും മോൻകുട്ടനും ദേവൂട്ടിനും വിചാരിച്ചു ഫോട്ടോ ആയിരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഫോട്ടോ അല്ല, വീഡിയോ ആണെന്ന്. മോൻകുട്ടൻ്റെയൊക്കെ ഭയങ്കര ഇതിൽ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ എത്തി. പിന്നെ എല്ലാവരും ചാടി വെളിയിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധനം വാങ്ങാൻ കഴിയും. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ അവർക്കും മോൻകുട്ടനും ഊട്ടിക്കൊക്കെ വേണ്ടിയ സാധനം, ചേച്ചിക്കും വേണ്ടിയ സാധനങ്ങൾ. മോൻകുട്ടൻ്റെ എൻ്റെയും പെട്ടി നോക്കൂ. അങ്ങനെ പിന്നെ നമ്മൾ വെള്ളം കുടിച്ചോളാം ഏതൊരു കുപ്പി വാങ്ങി, അത് ആ സ്പോട്ടിൽ തന്നെ തീർന്നു. പിന്നെ അവിടെ കൊണ്ടുപോയി ബില്ലിടുകയാണ് ചെയ്തത്. കുപ്പി ബില്ലിട്ടു. പിന്നെ നമ്മൾ വണ്ടി കയറാനായിട്ട് പോവുകയാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാം അടിപൊളിയായിരുന്നു. നടന്ന് കാല് കഴിച്ചതേ ഉള്ളൂ. പിന്നെ മോൻകുട്ടനും അമ്മയും കൂടെ അങ്ങോട്ട് പോയിരുന്നു. വേറെ വണ്ടി അവിടെ കിടന്നപ്പോൾ മോൻകുട്ടൻ വിചാരിച്ചു അവിടെയാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടൊരു ശംഖുമുഖം ബീച്ചിൽ കയറി. കുറച്ച് ഫോട്ടോസ് ഉള്ള കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.